അതുപോലെ ഇപ്പോൾ കണ്ണൂരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇപ്പൊ തളിപ്പറമ്പിൽ പയ്യന്നൂരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ പ്രശ്നം സ്വാഭാവികമായിട്ടും മത്സരിക്കാനുള്ള താല്പര്യം കൊണ്ട് കൂടി ആവാം. പക്ഷെ അവരോട് സംസാരിക്കണ്ടേ? അങ്ങനെ ആരാ സംസാരിക്കാതിരുന്നതെന്ന് എപ്പോഴാണ് സംസാരിക്കും? ഇന്നലെ അവസാനം പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ട് നിമിഷം മുമ്പ് വരെ ഇ പി ജയരാജൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചില്ല പറഞ്ഞ എന്ത് കാര്യമുള്ളത്? എം പി ജയരാജൻ സംസാരിച്ചിട്ടുണ്ട്, ഇ പി ജയരാജൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും വഴങ്ങിയില്ല. അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചു പോയതാണ്. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ ഇപ്പൊ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കേഡറായിരുന്ന ആള് തന്നെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു പോവാം, അത്രേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങൾക്കും മറുപടി ഉണ്ട്, ശരിയായ മറുപടി ഉണ്ട്. ഇപ്പൊ എം വി ഗോവിന്ദൻ മാസ്റ്റർ MLA ആണ്, തളിപ്പറമ്പ് MLA ആണ്. ഇപ്പോ മുമ്പ് ജെയിംസ് മാത്യു MLA ആയിരുന്നത് പോലെയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മണ്ഡലം കമ്മിറ്റിക്കകത്ത് അദ്ദേഹം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. അതല്ല, ഇന്ന് കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ വിവരവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണക്കും വെച്ചിട്ടുണ്ട്. അത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ കണക്കാണ്. ഹാപ്പിനെസ് മാത്രമല്ല, മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും കണക്ക് പറഞ്ഞിട്ടുണ്ട്, കണക്ക് വെച്ചിട്ടുണ്ട്. ഒരു കണക്കില്ല, എന്ത് കണക്ക് കഴിഞ്ഞാൽ ഉള്ളത് മണ്ഡലം കമ്മിറ്റിക്ക്? അല്ല, സാധാരണ നിലയിൽ അല്ല, മണ്ഡലം കമ്മിറ്റിക്ക് എന്ത് കണക്കാ? CPM-ന്റെ മണ്ഡലത്തിൽ നടത്തുന്ന ഇപ്പോ എവിടെയൊക്കെ MLA ഫണ്ട് ചെലവഴിക്കണം, അല്ലെങ്കിൽ ഫണ്ടുകൾ എവിടെ കൂടി പാലിച്ചായിരിക്കുമല്ലോ പാർട്ടി തീരുമാനിച്ചില്ല നടന്നത്. അതെ, അത് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെറുതെ പറയാണ്, അതല്ലേ പറഞ്ഞ അസംബന്ധം. അയാൾ മണ്ഡലം സെക്രട്ടറി ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം അത് പറഞ്ഞ തെറ്റാ. മണ്ഡലം സെക്രട്ടറി ആണെന്നുള്ള സന്തോഷമാണ് മണ്ഡലം സെക്രട്ടറി. അതുപോലെ എന്തും പറയാന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ഹാപ്പിനെസ് ഫെസ്റ്റ് 3 കൊല്ലം നടത്തി. അപ്പൊ അതിൽ കുറെ ആളുകളെ പങ്കെടുപ്പിക്കുന്നു, സിനിമക്കാരെയൊക്കെ കൊണ്ടുവരുന്നു. സിനിമക്കാരുമായിട്ടൊന്നും പരിചയമില്ല, വേറെ ആൾക്കാർ പരിചയം എന്നൊക്കെ പറയുന്നു. അതെന്നായിക്കോട്ടെ, എനിക്ക് പരിചയമുണ്ട്. മാഷ് തന്നെ വിളിച്ചിട്ടാണോ സിനിമക്കാരെ? അല്ലേ, എനിക്ക് എന്നെ വിളിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അവിടെ ഇഷ്ടം പോലെ നമ്മളെ വർക്കേഴ്സില്ലേ, നല്ല പ്രവർത്തകന്മാരില്ലേ. ഏത് പരിപാടി നടത്താൻ വേണ്ടി ഒരു ഇവന്റ് മാനേജ്മെൻറ്റും ഇല്ലാതെ നടത്താൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഘാടകരില്ലേ, അതിനൊക്കെ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ് ഇല്ലേ. 10, 50, 500, 600 ആളുകൾ നമുക്ക് ഇപ്രാവശ്യത്തെ അവസാനത്തെ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേടൻ്റെ പാട്ട് ഉൾപ്പെടെ നടത്തിയപ്പോൾ സമാധാനപരമായി ആവേശത്തോട് നടത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഞങ്ങൾക്ക് സാധിച്ചത് അവിടെയാണെന്നാണ് വേടൻ പറഞ്ഞത്. അതുപോലെ സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘാടക സംവിധാനത്തിൻ്റെ ഒരു കലവറയാണ് തളിപ്പറമ്പ് മണ്ഡലം, അതുപോലെ തന്നെ ആന്തൂരും. അല്ല, അവിടെ സംഘാടനത്തിനൊക്കെ ആളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പിന്നെ പക്ഷേ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ പോലെയുള്ള ഫെസ്റ്റിവലുകൾ നടത്തുന്നു, ഇങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടത്തുന്നു, ഇതിനൊന്നും കണക്കില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റായ കാര്യം. ഇന്നിപ്പോ അതിന്റെ എല്ലാം കണക്ക് എങ്ങനെ ബോധിപ്പിക്കും സമൂഹത്തിൽ? എന്താ കണക്ക് വെച്ചാ പോരെ? ഇന്നിപ്പോ ജില്ലാ കമ്മിറ്റി നികുതി വകുപ്പിന്റെ എല്ലാം വെച്ചല്ലോ. പിന്നെന്താ, ഇപ്പോ ചെലവഴിച്ച തുക സംബന്ധിച്ച് നൽകുന്ന റിട്ടേൺ അത് ആദായ നികുതി വകുപ്പിന് കൊടുക്കും, അവരത് അക്നോളജ് ചെയ്യും. എല്ലാം കണക്കെല്ലാം വെച്ചിട്ടുണ്ട്. അതായത് ഒറ്റൊന്ന് ഞാൻ പറയാം, ഈ ഏറ്റവും അവസാനത്തെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരുടെ ദിനാചരണം ഉണ്ടല്ലോ, ദിനാചരണ പരിപാടിയും കൂടി ചേർന്നിട്ടാണ് നടത്തിയത്. അത് 19-ാം തീയതിയാണ് സമാപിച്ചത്, ഈ കഴിഞ്ഞ ഫെബ്രുവരി 19-ന്. 19 കഴിഞ്ഞിട്ട് മാർച്ച് 10-ാം തീയതി അതിൻ്റെ മുഴുവൻ കണക്കും അവതരിപ്പിച്ച് സംഘാടക സമിതി യോഗം, ഞാനാ ചെയർമാൻ, സംഘാടക സമിതി യോഗം ചേർന്ന് കണക്ക് അവതരിപ്പിച്ച് പിരിഞ്ഞു. അദ്ദേഹം ഉണ്ടല്ലോ സംഘാടക സമിതി. ഉണ്ട്, അദ്ദേഹം വൈസ് പ്രസിഡന്റാണ്. സമിതിയുടെ വൈസ് പ്രസിഡന്റ് കണക്കില്ല എന്ന് പറയുമ്പോൾ അതെ, അദ്ദേഹം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അതിന് പുതിയ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹം സംഘാടക സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. അയാൾ കണക്കില്ല പറയുന്നത് എന്ത് കാര്യമാണ്? കണക്കെല്ലാം അവതരിപ്പിച്ചില്ലേ പിരിഞ്ഞ്? കണക്കല്ല പൂർണ്ണമായ അർത്ഥത്തിൽ കണക്ക് അവതരിപ്പിച്ചല്ലോ. ഉണ്ടെങ്കിൽ സംഘാടക സമിതിയുടെ വൈസ് പ്രസിഡന്റ് പുറത്തിറങ്ങിയിട്ട് കണക്കില്ല എന്ന് പറയൂ. അത് പറഞ്ഞത് എന്താ നിങ്ങൾ ചോദിക്കേണ്ടത്? എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം. അതുപോലെ അതാ പറഞ്ഞത്, എന്തെങ്കിലും തോന്നിയ ദിവസം പറയലല്ലേ വേണ്ടത്, കാര്യങ്ങൾ പറയില്ലേ വേണ്ട, അവതരിപ്പിക്കല്ലേ വേണ്ടേ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഹാപ്പിനെസ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് 2 ടേം ആദ്യം കഴിഞ്ഞു, ഇപ്രാവശ്യം 3ാമത്തേതാണ്. ആ 3ാമത്തെ ടേമിൽ ഉൾപ്പെടെ എല്ലാ കണക്കും കൃത്യമായിട്ട് പറഞ്ഞ് ഇൻകം ടാക്സ് ഉൾപ്പെടെ കൊടുത്ത് ഫലപ്രദമായ രീതിയിലാണ് അത് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്, ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കൃത്യമായ കണക്ക് പാർട്ടീൻ്റെ മുമ്പിലുണ്ട്.